തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആരോഗ്യനില മെച്ചപ്പെട്ടെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ചികിത്സയിലുള്ള മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയില്ല. പ്രതി അഫാൻ ലഹരിക്ക് അടിമയല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചതോടെയാണ് പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രാഥമിക മൊഴിയും രേഖപ്പെടുത്തി. അഫാന്റെ രക്തപരിശോധനാ ഫലമടക്കം പോലീസിന് ഡോക്ടേഴ്സ് കൈമാറി. മദ്യമല്ലാതെ മറ്റൊരു ലഹരിയും കൊലപാതക ദിവസം അഫാൻ ഉപയോഗിച്ചിട്ടില്ല. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന ആരോപണങ്ങളും പോലീസ് നിഷേധിച്ചു. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. 2 ദിവസം കൂടി മെഡിക്കൽ കോളേജ് പ്രത്യേക സെല്ലിൽ തുടരും. അതിനുശേഷമാകും കസ്റ്റഡിയിൽ വാങ്ങുക. മറ്റു കേസുകളിലെ അറസ്റ്റും തെളിവെടുപ്പും അതിനുശേഷമാകും. അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ പോലീസ് എത്തിയെങ്കിലും സംസാരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ മടങ്ങി. ആരോഗ്യനിലയിൽ പുരോഗതി വന്ന ശേഷം മൊഴിയെടുക്കും. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തൽ. ഷമിയുടെയും അഫാന്റെയും മൊഴി വിശദമായി എടുക്കുന്നതിലൂടെ കൂട്ടക്കൊല സംബന്ധിച്ച ദുരൂഹത പൂർണ്ണമായും നീക്കാനാകുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. അയാളെ പാങ്ങോട് CI പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ ഫർസാനയുടെ കൊലപാതകത്തിന് തൊട്ട് മുമ്പത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും പേരുമലയിലേക്ക് ഇടവഴിയിലൂടെ വരുന്നതും പിന്നാലെ അഫാൻ ബൈക്കിൽ പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. 24 തിരുവനന്തപുരം.